എനിക്ക് തോന്നുന്നു ശ്രീ ശിവദാസ് ബി മേനോൻ, കോർപ്പറേറ്റ് കുത്തകളെ ഇങ്ങനെ കടന്നാക്രമിക്കുക അല്ലെങ്കിൽ അവരിങ്ങനെ ചുറ്റും വന്നിട്ട് കർഷകനെ ഇങ്ങനെ വിഴുങ്ങുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. താങ്കൾക്ക് അതിൽ പറയാനുള്ളത് എന്താണ് ശ്രീ ശിവദാസ് ബി മേനോൻ? ഞാനും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വീറ്റും പൊട്ടറ്റോസും പഞ്ചാബിൽ മേടിച്ചിട്ടുണ്ട്. അവിടെ ഫാർമേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൂട്ടാനും അന്ന് തന്നെ ഞങ്ങൾ ഫണ്ട് ചെയ്യാറുണ്ട് ഫാർമേഴ്സ്. അവരെ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് നാളെ അവരെ വളരെ ലോ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഫാർമേഴ്സ് കമ്പനീസിന് തരുമോ? തീർച്ചയായിട്ടും ഇല്ല. അതൊരു wrong propaganda is being given by the people, those who are interested in making money for themselves. Let me be telling you, there is a problem. The small farmers, they've been depending upon the mandis for a very long time. അവിടുന്ന് കുറെ അഡ്വാൻസസ് അവർക്ക് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടാവും, മാർക്കറ്റ് ചെയ്യാൻ പല എഫേർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് പേടി, ഇനി മണ്ടീസ് ഇല്ലെങ്കിൽ അവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുക മനസ്സിലാവണില്ല. ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് പോളിസി പ്രകാരം കുറെ ഫണ്ട്സ് ഫാർമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഫണ്ടിങ് ഈസ് ഓൾസോ അവൈലബിൾ. കോർപ്പറേറ്റ്സ് മുഴുവനും കുറച്ച് അഡ്വാൻസ് കൊടുത്തു എന്ന് വിചാരിച്ച് അവര് ടേംസ് ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ പോണമൊന്നുമില്ല. ആ സമയമെല്ലാം കഴിഞ്ഞു. അല്ല, ഇനി ഇങ്ങനെ പേടിയുള്ള കുറെ ഫാർമേഴ്സ് അവർക്ക് മണ്ടി മുഖാന്തരം തന്നെ വിൽക്കാൻ പറ്റുള്ളൂ. ഈ ലോ പറയണില്ലല്ലോ പോകണ്ടെന്ന്. they can very well go. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഈ ഫാർമേഴ്സ്, ഈ അവിടുത്തെ സോ കോൾഡ് ഫാർമേഴ്സ്, ഐ ഡോണ്ട് സേ ഫാർമേഴ്സ്, സോ കോൾഡ് ഫാർമേഴ്സ് അജിറ്റേറ്റ് ചെയ്യണ കൂട്ടര് അവിടുത്തെ there may be having some farms on their own. പക്ഷെ മെയിൻ ആയിട്ട് ഈ മണ്ടി സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാവണ പൈസയില് ബെനിഫിറ്റ് കിട്ടുന്ന കൂട്ടരാണ്. ഇവരെല്ലാം ജർമ്മൻ കാർസ് ഓടിക്കുന്ന കൂട്ടരാണ് പഞ്ചാബില്. അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്തതാണ് എന്റെ അഭിപ്രായത്തിൽ. നോക്കൂ, ഇതിപ്പോ ഈ പൊളിറ്റിക്കലായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു സാധനമാണത്. അപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒരുമിച്ചിരുന്ന് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ബെനിഫിറ്റ് ഫോർ ദ ഫാമർ, എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. വെറുതെ അത് ആ ലോ എങ്ങോട്ട് റിമൂവ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. 2018 കൊല്ലം മുമ്പ് ഒരു ഗവൺമെന്റ് അന്ന് പ്ലാൻ ചെയ്തതാണിത്. സ്വാമിനാഥന്റെ റെക്കമെൻഡേഷൻ ഇതാണ്, MS സ്വാമിനാഥന്റെ റെക്കമെൻഡേഷൻ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണു. ആ ഫാർമേഴ്സിനെ ശരിക്കും ഇത് പറഞ്ഞ് ബെനിഫിറ്റ് എന്താ ഉള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു തെറ്റുപറ്റിയിട്ട് എനിക്ക് തോന്നുന്നു അത് ശരിയാണ് തോന്നുന്നു സാർ. കാരണം ഇപ്പോൾ 700 പത്രസമ്മേളനങ്ങളൊക്കെ BJP ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ അത് ആ നീക്കം ഒരുപക്ഷെ മുൻകൂട്ടി നടത്തണമായിരുന്നു എന്നൊരു നിരീക്ഷണം എനിക്ക് തോന്നുന്നു ശ്രീ PR ശിവശങ്കർ അത് സമ്മതിച്ചു തരില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള നിരീക്ഷണം വളരെ പ്രസക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീ ശിവദാസ് ബി മേനോൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏജൻസ് ഏതാണ്ട് 28,000-ലധികമുണ്ട് ഉത്തരേന്ത്യയിൽ മാത്രം. മോർ ദാൻ 28,000 ഏജൻസ്, മണ്ടി ഏജൻസ് ഉണ്ട്. ഉത്തരേന്ത്യ ഭരിക്കുന്നവരാണ്. ഏതാണ്ട് പലർക്കും 4,000 കോടിയിലധികമൊക്കെയാണ് വിറ്റുവരവ്. അപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടു കാണും ഈ കർഷക സമരത്തിനിടെ മൾട്ടി ലെവൽ ജിമ്മ്, പിസ്സ, സ്പെഷ്യൽ TV ഷോ, ഇതൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടു കാണും സോഷ്യൽ മീഡിയയുടെ എങ്കിലും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ വില കൂടിയ കാറുകളിൽ കടന്നു വരുന്നു. അപ്പോൾ നമുക്കത് തള്ളിക്കളയാനാകില്ല. 4,000 കോടി രൂപയുടെയൊക്കെ ഒരു വലിയ വിറ്റുവരവുള്ള ഏജൻസ് ഉണ്ട്. ഈ പണമൊക്കെ ഏതാണ്? പാവപ്പെട്ട കർഷകനെ വിയർപ്പ് പിഴിഞ്ഞുണ്ടാക്കിയ പണമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ PR ശിവശങ്കർ. ശ്രീ ശിവദാസ് മേനോൻ സാറിനോട് എനിക്ക് വീണ്ടും വിയോജിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം 2-3 പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ അവർ തന്നെ മുന്നോട്ട് വെച്ച അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യത്തെ അംഗീകരിക്കുമ്പോൾ, അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ BJP പ്രതികൾ വിചാരിക്കില്ല അവർ തന്നെ എതിരെ സമരം ചെയ്യുമെന്ന്. അത്രയേറെ രാഷ്ട്രീയ നെറുകേട് ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ ഇപ്പം നടത്തേണ്ടി വരുന്നത്. ഞാൻ വിയോജിക്കുക തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ 4 പേരും ഇവിടെ ഒരു ചർച്ച ചെയ്യുന്നു. ചർച്ചയിലൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ഇപ്പോൾ ഭരണത്തിലേറുന്ന ശ്യാം അത് നടത്തുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ശ്യാമിനെതിരെ സമരം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. അത്രയ്ക്ക് ത്രികാലജ്ഞാനം ഒരുപക്ഷെ ഉണ്ടായി കാണില്ല. ഞാൻ ആ തെറ്റ്
സമ്മതിക്കുന്നു. എനിക്ക് വേറെ രണ്ട് കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ കോൺട്രാക്ട് ഫാമിങ്ങിനെ എതിർക്കുന്ന, ഇപ്പോൾ MSPയുടെ കാര്യത്തിൽ നമുക്കൊരു ചർച്ചയുടെ ഒരു ഭാഗം കഴിഞ്ഞു എന്നുള്ള സ്ഥിതിക്ക് ഈ കോൺട്രാക്ട് ഫാമിങ്ങിനെ എന്തിനാണ് ഇവർ എതിർക്കുന്നത്? ഈ കോൺട്രാക്ട് ഫാമിംഗ് ആദ്യമായിട്ട് വന്നത് പഞ്ചാബിലല്ലേ? പെപ്സി കമ്പനിയുടെ കോൺട്രാക്ട് ഫാമിംഗ് എഗ്രിമെൻറ്റ് 2013 തൊട്ട് പഞ്ചാബിലുണ്ടല്ലോ. അതുപോലെ തന്നെ അത് ഈ വെസ്റ്റ് ബംഗാളിലുമുണ്ട്. വെസ്റ്റ് ബംഗാളിലും 2015-16 തൊട്ട് വെസ്റ്റ് ബംഗാളിലുമുണ്ട്. ഹരിയാനയിലുമുണ്ട്. സാബ് മില്ലർ എന്നുള്ള കമ്പനിയുമായിട്ട് ഹരിയാനയിലും ഈ പറയുന്ന കോൺട്രാക്ട് ഫാമിംഗ് സമ്പ്രദായമുണ്ട്. അതുമാത്രമല്ല, പഞ്ചാബിൽ 2013, ഒഡീഷയിൽ 2020, തമിഴ്നാട്ടിൽ 2019 കുറച്ചെല്ലാം വ്യത്യാസപ്പെട്ടാണെങ്കിൽ പോലും സെപ്പറേറ്റ് കോഓപ്പറേറ്റീവ് ഇതേപോലെ കോൺട്രാക്ട് ഫാമിംഗ് ലോ അത് പാസ്സാക്കിയിട്ടുണ്ട്, ഇവരൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള നിയമം വരുമ്പോൾ അതിനെതിരെ കോൺട്രാക്ട് ഫാമിങ്ങേ പാടില്ല എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഈ നടപടിയെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ നടപടിയെ എനിക്ക് തോന്നുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഫാർമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ്. എനിക്ക് തോന്നുന്നത് ശ്രീ നാരായണ ഉണ്ണി സാർ പറഞ്ഞതുപോലെ ഈ ഞവര പോലുള്ള അരികളെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുകയും അവ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമ്പ്രദായം ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ്, ഈ ഓർഗാനിക് ഫാമിംഗ് കൃഷി സമ്പ്രദായം ഉണ്ടായാൽ ആ കൃഷിക്കാർക്ക് ഒരുപക്ഷെ അത് വിൽക്കുവാനോ അത് എക്സ്പോർട്ട് ചെയ്യുവാനോ ഉള്ള ഒരു സാങ്കേതിക അറിവോ അല്ലെങ്കിൽ അത് എവിടെയാണ് യഥാർത്ഥ ബയ്യറെന്നോ അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവിടെയും ഈ കോൺട്രാക്ട് ഫാമിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് കോൺട്രാക്ട് ഫാമിംഗ് നടക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ചില പ്രൊഡക്റ്റ്, ഇപ്പോൾ സ്വാദ് പോലുള്ള ചില പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു പലതരം ഡിഫറെൻ്റ് അരികളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ മറ്റേ ബ്രൗൺ അരികൾ, തവിട് കളയാത്ത അരികൾ എന്നൊക്കെയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത്തരത്തിലുള്ള അരികൾ അല്ലെങ്കിൽ ഓർഗാനിക് അല്ലാത്ത നോൺ ഓർഗാനിക് അരികളെ വേർതിരിച്ചുകൊണ്ട് കൃത്യമായി കെമിക്കൽ പെസ്റ്റിസൈഡ് അടിക്കാത്ത അരികളെ സൃഷ്ടിക്കുവാനും അത് ഫാം ചെയ്യാനും അതിന് കൂടുതൽ വിലയും കിട്ടും, അത് കർഷകനും കിട്ടുന്നു. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് കോൺട്രാക്ട് ഫാമിംഗ് ഇപ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് കർഷകന് ഗുണകരമാണ്, അത് ഇത്തരത്തിൽ ഫാമേഴ്സിന് ഗുണകരമാണ്, അത് മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. അത് വാങ്ങിക്കുവാനുള്ള വില കൂടിയ അത്തരത്തിൽ കെമിക്കൽ ഇല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥം വാങ്ങിക്കുവാനുള്ള ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. അത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്കാകെ ഗുണകരമാണ്. ഞാൻ എക്സ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഈ ലോകത്തിൻ്റെ ഒരു പരിസ്ഥിതിയിൽ നിന്ന് ഇന്ത്യ നോക്കുമ്പോൾ, ഇന്ത്യയുടെ കൃഷിസ്ഥലങ്ങളെ നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ കൃഷിയും മറ്റു കാര്യങ്ങളും വളരെ തുച്ഛമാണ്, വളരെ ചെറുതാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 270 ലക്ഷം മെട്രിക് ടൺ അരിയെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ പെർ ഇയർ പ്രൊഡക്ഷൻ ഏതാണ്ട് 53.2 മില്യൺ ടണ്ണൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ ഉള്ളത്. US ആണ് രണ്ടാമത്, അവർ പോലും 7.89 ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ ഒക്കെ പ്രൊഡക്ഷനേ ഉള്ളൂ. ടർക്കി, ഇന്ത്യയുടെ പലതുപോലത്തെ തുർക്കി പോലും ഏതാണ്ട് 5.83 ഉണ്ടാക്കുന്നു. ഇന്ത്യ 5.74. തുർക്കിയെക്കാളിലൊക്കെ ഏറ്റവും താഴെയുള്ള പ്രൊഡക്ഷനാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നെതർലാൻഡൊക്കെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത, കേരളത്തിൻ്റെ പകുതി പോലൊക്കെ ഒഴിവില്ലാത്ത നെതർലാൻഡ്സ്, അതിൽ പകുതി തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക കാർഷിക വിളകൾ ഈ ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ 4-5 ഇരട്ടിയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ കൃഷിയിടങ്ങളിൽ യഥാർത്ഥ കൃഷി നടക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്ന കൃഷികൾ നശിഞ്ഞു പോകുന്നു. ആ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷികൾക്ക് കൃത്യമായ മൂല്യവർദ്ധിത ഇത് പ്രകാരം ജനങ്ങൾക്കും കർഷകർക്കും ഇവിടുത്തെ ഫാമേഴ്സിനും ഗുണം കിട്ടുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. തങ്ങളുടെ APMCയിൽ വിറ്റുകൊണ്ട് ആ APMC അല്ലേ? അതെ അതെ, ഇത് തന്നെ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടി ഉണ്ട് ശ്യാം. ഈ ഒരു കാഴ്ചപ്പാട് മാറണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ കഴിക്കുക, അത് FCI മാത്രം വാങ്ങിക്കുക എന്നുള്ള ഒരു ഏജ് ഓൾഡ് സിസ്റ്റത്തിൽ കിടന്ന് നമ്മൾ തകരരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി എനിക്ക് വെക്കുക. പുതിയ സാധ്യതകൾ തേടണ്ടേ? കർഷകർക്ക് മാത്രം അതെന്തിനാണ് മാറ്റിവെക്കുന്നത്? ബാക്കി എല്ലാ സാഹചര്യത്തിലും പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വെങ്കടേഷ്, ഇനി രണ്ടാമത്തെ പ്രശ്നം, ഈ കർഷകൻ ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്, lot of other ways to sell his product. പക്ഷെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഫാർമറും ഈ വിൽപ്പന നടത്തുന്ന മെർച്ചൻറ്റും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. അത് കൃത്യമായി തന്നെ പരിഹരിക്കാൻ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇല്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. പക്ഷെ നിയമത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഒപ്പണൻസ് ആർ റൈസിങ് ദാറ്റ് അലിഗേഷൻ. അതൊരു വലിയ പ്രശ്നമാണ്. താങ്കളുടെ എങ്ങനെയാണ് ആ വിഷയത്തിൽ കൃത്യമായി തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ആ വിഷയത്തെ നോക്കിക്കാണുന്നത്?
Well, see, if you look at it, 85% of the Indian farmers' agriculture is basically with marginal farmers, basically who got more than less than 2 hectares. So this will definitely, enhance their income because it will be a support for the farmers and it will not be at the mercy of private players as many of the critics say. I was watching a English show the other day, or an English news show, where some of the farmers in Haryana were being interviewed, and they said that, we have been selling vegetables outside the mandi to big corporates, and we have been getting more than 10 to 15% higher than what the mandi price is. So it's already started, but it's only that this has been, I think, formalized by the way of this farm bill. So selling outside the mandi system would definitely encourage more competition, and I don't understand why people should lose money when more competition happens. When more competition happens, you will get better price because there will be more buyers. So I personally feel that this would benefit the marginal farmers who have 2 hectares and below. And going into contract farming, which was also spoken to about by the panel members here, contract farming, like what Mr. Unni is doing, he could now get into an FPO sort of an organization, create an FPO where he brings in many more people into the system, and they all grow Navra and, the Mata rice, which is very famous in India. And he can now use a lot of the investments that would come in, because with this opening up of the agriculture sector, I definitely believe that a lot of agri startups will come who will help in the farm to fork project. That means they will create infrastructures where they will be able to pick up the produce from the farmer and sell it to the markets without intermediaries. So what happens, this 10-15%, like you were saying, which is, pocketed by the traders, as I would use the word, would actually get to the farmer. So the farmer's increase of revenue would happen. And these FPOs will definitely collectively have a bargaining power, because they will be basically a collective of minimum 50 to 100 farmers working together, and instead of 1 or 2 hectares of each person, it will become 100 hectares. So they will have the bargaining power. So contract farming, and it's the way out for the small farmer. Otherwise, 50% of the Indian population who is dependent on farming is not going to survive, unless and until we make this change. And I think the change is for the good, as I mentioned earlier. We require this reform because individually you cannot sell. It's very difficult. It's only collectively that we can manage. And I understand even the government of Kerala is trying to form about 100 FPOs. They have appointed a leading chartered accountancy firm to, regulate this and get into the documentations and all that. So a lot of things are happening. So I personally feel that, in the current scenario, also farmers like one of the panelists said, there are also farmers who have entered into contract with companies, processors, and exporters through unwritten agreements, in some cases written agreements, and within the legal framework, that is existing legal framework. With this, it opens up that, the entire avenue. So I basically feel smallholding farmers will have the power to fight big corporates, and corporates will not crush them down. And please remember, corporates also need to exist in business. If they crush the farmer, where will they go and source these vegetables? They cannot import a fruit. See, we have to understand there is agriculture beyond rice and wheat. There is fruits, there's vegetables, and with a large population of India being diabetic, and most of the people are now being told not to eat wheat and rice, there's a shift of, the food, the consumption pattern. People eat vegetables, and these are grown by small farmers, and basically this is perishable, and so much of food product is being perished. There is so much of data. I think with this reforms that come, a lot of investments will come in by corporates and also from agri startups. There are a lot of agri fintech companies that have come, which have started financing the small farmers. Yes. അത് വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. ശ്രീ PR ശിവശങ്കർ, എനിക്ക് തോന്നുന്നു ശ്രീ CP ജോൺ അല്പസമയം കൂടി വൈകും. അതുകൊണ്ട് ഞാൻ അദ്ദേഹം ചോദിക്കാനിരിക്കുന്ന 2 പോയിന്റ് ഞാനൊന്ന് ചോദിക്കുകയാണ് ശ്രീ PR ശിവശങ്കറിനോട്. ഒന്ന്, ഇവിടുത്തെ സാധാരണ കർഷകരൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, നാളെ അംബാനിയും അദാനിയും ഒക്കെ ഇങ്ങ് വന്ന് ഞങ്ങളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരങ്ങ് കവർന്നെടുക്കും, എൻ്റെ ഭൂമി അവർ കൊണ്ടുപോകും എന്നൊരു പൊതുവായിട്ടുള്ള ഒരു പുകമറയിലാണ് ഇവിടുത്തെ സാഹചര്യം.
എല്ലാം അവർക്ക് കൊടുക്കാനാണോ തീരുമാനമെന്നതാണ് ചോദ്യം. അതിനെതിരെയാണ് ഇവിടുത്തെ CPI നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തത്. ശ്രീ PR ശിവശങ്കർ. എനിക്ക് തോന്നുന്നത് അവർ ഈ ഫാമേഴ്സ് ബില്ലിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാഞ്ഞിട്ടോ എനിക്ക് തോന്നുന്നില്ല CP ജോണിലെ കൂടുതലുള്ള ആളുകൾ അത്തരത്തിലുള്ളൊരു തെറ്റായ ധാരണ പരത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ശ്യാം പറഞ്ഞ വളരെ ശരിയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ബില്ലിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ ബില്ലിൽ ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റും ഇല്ല. അങ്ങനെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നു വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പാര നമ്പർ 8 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പലകുറി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചർച്ച ചെയ്യുമെന്നാണ്. എനിക്ക് മറ്റൊരു കാര്യം ശ്യാം ഇവിടെ പറഞ്ഞപ്പോൾ വളരെ രസകരമായി തോന്നിയത്, എനിക്കിപ്പോൾ ഒരു സീനിയറായിട്ടുള്ള RSS പ്രചാരകൻ ശ്രീ നന്ദേട്ടൻ തന്നെ അയച്ചതെന്നാണ്. അതായത് ഈ അദാനി പോലും ഒരു 100 ഏക്കർ സ്ഥലത്ത് ആദ്യത്തെ FCIക്ക് വേണ്ടിയിട്ടുള്ള ഗോഡൗൺ, സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഒരു ഗോഡൗൺ പണിതത് 2010 ലൂധിയാനയിൽ വെച്ചിട്ടാണ്. ലൂധിയാനയിലാണ് തുടങ്ങുന്നത്. 2008 ഈ അദാനിയുടെ ഒരു അഗ്രി ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. 2010 FCIക്ക് വേണ്ടിയിട്ട് ലൂധിയാനയിലാണ് ഇദ്ദേഹം അദാനി ഈ ഗോഡൗൺ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് ആദ്യം അങ്ങനെയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവരുടെ കാലത്തെല്ലാം ഇവർ ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്ഷൻ, അതായത് FCIക്ക് മാത്രം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നും മറ്റുള്ള എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർപ്ലസ് വരുന്ന പ്രൊഡക്റ്റൊക്കെ സ്വീകരിക്കുവാനും സൂക്ഷിക്കുവാനുമായിട്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിച്ചിരുന്നു, സമ്മതിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അദാനിയുടെ ഈ 100 ഏക്കർ മേടിച്ച കാര്യവും കൂടി. 2, എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ അദാനിയെ അല്ലെങ്കിൽ അംബാനിയെ അവരെ മാത്രമാണ് നിരന്തരം CPM പറയുന്നത്. പക്ഷേ ഇത്തരം കുത്തകളെ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ്സിനെ എന്തിനാണ് ഇവർ എതിർക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഇവരും പല നല്ല കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ മറ്റു ചാനലിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ആക്രമിക്കും. സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജനം TV-യിൽ ഒരു ചെറിയ സമയമെടുത്ത് ഞാൻ പറയുന്നു. ITC പോലുള്ള സ്ഥാപനങ്ങൾ, അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തത്. അഗ്രി എക്സ്പോർട്ടിൽ അവരാണ് നമ്പർ 1 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ITC പോലുള്ള സ്ഥാപനങ്ങൾ ഈ കസ്റ്റം ഹയറിംഗ് സെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്ക്, വനിതകൾക്ക് കൂടുതൽ ആകർഷകമായ വരുമാനം ഉണ്ടാക്കുവാനായിട്ട് ചില സെൻറ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെത്തൊക്കെ ധാരാളമുണ്ട്. ഈ സെൻറ്ററുകളിൽ സ്ത്രീകൾക്ക് മെക്കനൈസ് ചെയ്യുവാനും അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനുമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ട്രാക്ടറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ ട്രാക്ടർ ഒന്നും ഓടിക്കാൻ സ്ത്രീകളെ സാധാരണ കാണാറില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള UP-യിലും ബീഹാറിലും എല്ലാം സ്ത്രീകൾ തന്നെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് കൃഷി നടത്തുകയും കൊയ്യുകയും വിതയ്ക്കുകയും ചെയ്യുന്ന അവരുടെ മെഷീനുകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ ITC വാങ്ങിക്കുന്നു. കണക്കുകൾ പറയുന്നത് അവർക്കെന്തോ 8 ഇരട്ടിയൊക്കെ വരുമാനം ആ ഗ്രാമങ്ങളിൽ കൂടുന്നു, SCHകൾ കൂടുതൽ വരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ്സിനെ കൊണ്ട് കൂടുതൽ ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും വിദേശത്തും അതേപോലെ വിദൂര ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലുമുള്ള എന്താണ് അവിടെ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റിക്വയർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുവാനുള്ള സന്ദേശം നൽകുവാനും അത്തരത്തിലുള്ള ഒരു ട്രീറ്റി ഉണ്ടാക്കുവാനും സാധിക്കുന്നു. സ്ത്രീകൾക്ക് വരെ വരുമാനം കൂടുന്നു എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമായി കണ്ടുകൂടാ. നമ്മൾ ഈ കോൺഗ്രസിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പോകരുത്. എനിക്ക് തോന്നുന്നു CPM-ൻ്റെ പ്രതികൾ വന്നിട്ടില്ല. ഞാൻ നിരന്തരം ചോദിക്കാനുള്ള കാര്യമാണ്, ഈ 16 പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നൽകി എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ CPM എന്ന് ഇങ്ങനെ തകർത്ത് പറയുന്നത്. ഇത് നിരന്തരം ഞാനും കേട്ടുകൊണ്ട് ഇപ്പം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ 16 പച്ചക്കറികൾക്കുള്ള അടിസ്ഥാന വില എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തത് 500 പച്ചക്കറി ഫാർമേഴ്സ് മാത്രമാണ് ഈ കേരളത്തിൽ ഇതുവരെ. 3 വർഷമായി ഇവർ പറയുന്നു അടിസ്ഥാനപരമായി ഞങ്ങൾ 16 പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നൽകുവാനുള്ള സംരംഭം തുടങ്ങിയത്. 500 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, 200 പേർക്ക് വരെ പണവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതും മാത്രമല്ല 50% കൂടുതൽ അവർക്ക് അവരുടെ കൃഷിയുടെ കോസ്റ്റിൻ്റെ നൽകാമെന്ന് പറഞ്ഞിട്ട് അതും നൽകിയിട്ടില്ല. ഇവർക്ക് ഒരു നഷ്ടക്കച്ചവടമായി മാറിയിരിക്കുന്നു. കർഷകർക്ക് അതിൽ വിശ്വാസമില്ല എന്നുള്ള പറഞ്ഞിരിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തത്, ഈ കേരളത്തിൽ ഇത്രയേറെ കർഷക ആത്മഹത്യ, കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 15 പേർ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കർഷക ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വളരെ കർഷകർ ബുദ്ധിമുട്ടാണെന്ന് അവർ സമ്മതിക്കുന്നു. ഈ APMC വേണ്ട, APMC ആക്ട് വേണ്ട, ഏതാണ്ട് 1600ഓളം കോപ്പറേറ്റീവ് ബ്രാഞ്ചുകളുണ്ടല്ലോ ഈ കേരളത്തിൽ. ഏതാണ്ട് 4000 ബ്രാഞ്ചുകളുമുണ്ട്. എന്തുകൊണ്ട് ഈ മിക്കവാറും എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും കീഴിലാണ് താനും. ഇവയെല്ലാം എന്തുകൊണ്ട് ഒരു APMC ആക്ട് പോലെ പ്രവർത്തിച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് ഈ പറയുന്ന അരിയോ നെല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ഏലമോ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്നില്ല? അത്തരത്തിലുള്ള പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള APMC ആക്ടോ അതിന് പകരമായ സിസ്റ്റമോ ഉണ്ടാക്കാൻ ഇവർ കഴിയുന്നു
കഴിയുന്നില്ല. അത് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു വികസിത മുഖം വെച്ചുകൊണ്ട് ഇങ്ങനെ എക്സ്പോർട്ടിന് വേണ്ടി കൊണ്ടുവരുന്ന ന്യായമായ കാര്യങ്ങളെ തകർക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ശിവദാസ് പി മേനോൻ, ഇനി വേണ്ടത് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഒരു അപഗ്രഥനമാണ്. കാരണം ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കൃത്യമായി തന്നെ നിയമത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനവും മറ്റ് ചില ഇടപെടലുകളുമാണ്. താങ്കളുടെ അഭിപ്രായം കൂടി. നമ്മുടെ കേരളത്തിന്റെ കാര്യം കൂടെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യും. തീർച്ചയായും നോർത്ത് ഇന്ത്യയിലുണ്ട്. ദാറ്റ്സ് എ മേജർ പ്രോബ്ലം. നമുക്കെല്ലാം വി ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ തന്നെ ഈ farmer should be permitted to grow what he wants in this land. അത് നടക്കണം, ഇവിടെ തന്നെ നടക്കണില്ല. ഇപ്പൊ പ്ലാന്റേഷൻ കമ്പനി, ഇത് വെങ്കിട്ടരാമൻ ആനന്ദ് ഫ്രം ഹാരിസൺസ് മലയാളം, ഒരു നോൺ പ്ലാന്റേഷൻ ക്രോപ്പ് അവിടെ ചെയ്യാൻ പെർമിറ്റഡ് അല്ല. അവർക്ക് ഇപ്പൊ ചില പ്ലാന്റേഷൻ ക്രോപ്സ് പലതും നഷ്ടത്തിലാണ് നടക്കുന്നത്. റബ്ബറിന് വില കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ മറ്റൊന്നും പല പ്രോഫിറ്റബിൾ ആയിട്ട് സ്ട്രോബെറീസും മറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവിടെ ഗ്രോ ചെയ്യാം. ദേ ആർ നോട്ട് പെർമിറ്റഡ് ടു ഡു ദാറ്റ്. പിന്നെ അതേപോലെ പാഡി കൾട്ടിവേഷൻ. ഇപ്പൊ ഫാർമർക്ക് പാഡി നമ്മുടെ പാഡി ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തിനാ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അവർക്ക് ദേ ഷുഡ് ബി പെർമിറ്റഡ് ടു ഗ്രോ വാട്ട് ദേ വാണ്ട് ടു ഗ്രോ. ദേ നോ ഹൗ ടു ഡു ഇറ്റ് ആൻഡ് ദേ വിൽ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഇവിടെ നമ്മൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ തന്നെ ആദ്യം നമ്മൾ സെറ്ററൈറ്റ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, സർട്ടൻലി. പക്ഷെ ഇപ്പൊ അഗ്രികൾച്ചർ സിനാരിയോ ഇസ് വെരി ഗുഡ് ഇൻ കേരള. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഡു സംതിങ് ഹിയർ. നമ്മുടെ എല്ലാ ചാനൽസും സപ്പോർട്ട് ചെയ്തിട്ട് പ്ലാന്റേഷൻസിനെ മറ്റുള്ള ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലം. അത് ഇൻഡസ്ട്രി ഉണ്ട്. ഞങ്ങളെല്ലാം വി ആർ ഓൾ ദേർ ടു സപ്പോർട്ട്. 33 കൊല്ലമായി ഞാൻ ഈ കേരളത്തിലെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട്. വി ഹാവ് ബീൻ സപ്പോർട്ടിങ് ദ ഫാർമിംഗ് കമ്മ്യൂണിറ്റി. ലോട്ട് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഹാവ് ബീൻ ബ്രോട്ട് ഇൻ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യയുടെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ സീരിയസ് ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കേണ്ട സമയമായിട്ടുണ്ട്. പ്ലാന്റേഷൻ തന്നെ ചോദിച്ചു നോക്കൂ വെങ്കിട്ടരാമൻ ആനന്ദിനോട്. he just can't take a decision. And cashew 60% of the cashew nuts is coming from African countries. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ പെർമിറ്റ് ചെയ്യില്ല? ലാൻഡ് സീലിംഗ് ആക്ട് പ്രകാരം 15 ഏക്കർ ഗ്രോ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് തന്നെ ആദ്യം ഒന്ന് ക്ലീനപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യ എല്ലാം നമുക്ക് ചെയ്യാം. എന്ന് വെച്ചിട്ട് അത് ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ബട്ട് ദിസ് ഈസ് മൈ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്. താങ്ക് യു. യെസ്, ശ്രീ വെങ്കിട്ടരാമൻ, അവസാനമായി താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള പോയിന്റ് കൂടി. See, basically, I don't want to get into my particular company that I manage. Yes, definitely reforms are necessary. We should be allowed to grow what we want, and we should be allowed to sell wherever we want to sell. That actually, at the end of the day, it is the productivity of the land. That is what gives revenue. It is not that I have, barricaded that you can grow only this in this place. So what happens? The productivity of the land is not increasing. Firstly, we have to look at the productivity of the land and the income of the farmers. Once this happens, it will definitely, change the entire scenario of the Indian country per se, And like Mr. Shivdas said, each state has its own rules, own problems, and so we have constraints. We have a lot of bureaucracy that we are not able to work freely. As a plantation company, we have a lot of restrictions, but I don't want to get into that debate. But generally, I think that, as I mentioned, these farm bills have basically been reforms which has been initiated. And I think we should pursue these reforms. Definitely, each reform will have certain negatives and a lot of positives. I think unless we don't get into it, we will not be able to understand it. So I personally feel that the Farm Bill has the potential to throw open a lot of opportunities. Yes. In order to take full advantage, farmers need to form collectives, I'm talking about the small farmers, and enhance bargaining powers, So I think the state governments definitely will have to step in to ensure effective implementation of these reforms. If not, it will remain only a reform in papers. It should be implemented at the ground level. യെസ്, ചർച്ച അവസാനിക്കാൻ പോവുകയാണെങ്കിലും നമുക്കൊരു ഭാഗ്യം ഇപ്പോൾ
വളരെയധികം തിരക്കുകളായിരുന്നു. അതുകൊണ്ട് ശ്രീ സി പി ജോൺ അല്പസമയം നമ്മളോട് ചേരാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. യെസ്, അദ്ദേഹത്തിലേക്ക് വരാം. ശിവശങ്കർ, എനിക്ക് തോന്നുന്നു സി പി ജോൺ ഈ നിമിഷമാണ് അദ്ദേഹം ഒന്ന് ഫ്രീ ആയത്, അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട്. ശിവശങ്കർ, ഈ നിമിഷം നമുക്ക് ഈ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എങ്കിൽ പോലും അവസാനമായി കൃത്യമായി തെറ്റിദ്ധാരണകളാണ്, അതൊന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇതൊന്ന്, കാഴ്ചപ്പാടും മാറ്റി നിർത്തിയാൽ മാത്രമേ ഇതൊന്ന് ശരിക്ക് കാണാൻ കഴിയും. ശ്രീ പി ആർ ശിവശങ്കർ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് എന്നെയും തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി. ഒറ്റ നിമിഷം ശ്രീ പി ആർ ശിവശങ്കർ, ഒറ്റ നിമിഷം. ഞാൻ സി പി ജോണിലേക്ക് പോയിട്ട് താങ്കളിലേക്ക് വരാം. ഒന്ന് സി പി ജോണിലേക്ക് പോയിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ പി ആർ ശിവശങ്കർ, എന്നോട് ദയവായി ക്ഷമിക്കുക. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോയി തിരിച്ചെത്താം. ശ്രീ സി പി ജോൺ, എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയം അവസാനിക്കാറായതുകൊണ്ട് ദയവായി താങ്കളൊന്ന് വേഗത്തിൽ ഒന്ന് മറുപടി പറയണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ സി പി ജോൺ. തീർച്ചയായിട്ടും ഞാൻ അല്പം വൈകിയതിന് ക്ഷമിക്കണം. UDF മീറ്റിംഗ് നീണ്ടുപോയതുകൊണ്ടാണ് ഒരു ശ്രദ്ധക്കുറവുണ്ടായത്. എന്തായാലും എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നതിനാണ് ഗവൺമെൻറ് മറുപടി പറയേണ്ടത്. 1953 എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, ആ ആക്ട് പ്രകാരം മുൻകാല ക്ഷാമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിക്കും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ധാന്യങ്ങൾ ശേഖരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ അത് ഭേദഗതി ചെയ്തത്. എന്തിന്? കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ ധാന്യം ശേഖരിക്കാനുള്ള അനുവാദം എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തി. അത് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അല്ലാതെ മണ്ടിയിൽ നിന്നല്ല തുടങ്ങേണ്ടത്. അത് നടക്കണമെങ്കിൽ എവിടെ നിന്നും സാധനം വാങ്ങിക്കാൻ സാധിക്കണം. അപ്പോൾ മണ്ടിയെ ഡിഫ്യൂസ് ചെയ്തു. മണ്ടി അവിടെ തന്നെ ഉണ്ട്, ഡിഫ്യൂസ് ചെയ്തു. ഇനി മണ്ടികളെ ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകർ നിങ്ങളിലേക്ക് തന്നെ നേരിട്ട് എത്തണമെങ്കിൽ കോൺട്രാക്ട് ഫാമിംഗ് വേണം. അപ്പോൾ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്ത് ധാന്യങ്ങൾ കുന്നുകൂട്ടുവാനുള്ള അനുവാദം ആർക്ക് വേണമെങ്കിൽ കൊടുക്കുന്നു. 2, മണ്ടികളെ ഡിഫ്യൂസ് ചെയ്യുന്നു, എവിടെ വേണമെങ്കിലും വിൽക്കാമെന്ന് പറയുന്നു. അങ്ങനെ എവിടെയെങ്കിലും വിൽക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി ആളുകൾ വരുമ്പോൾ അവർക്ക് നേരത്തെ കൂടി കുറച്ച് പൈസയെല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഈ 3 കാര്യങ്ങളും ചെയ്തപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ലാതെ ഒരാളും വാങ്ങിക്കാൻ പാടില്ല. ഇനി ഇതൊക്കെ ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണ്. കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാതെ ആരെങ്കിലും ധാന്യങ്ങൾ ശേഖരിച്ചാൽ അത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം തുടങ്ങാൻ പോലും ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു. നിങ്ങളിതുവരെ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ പർപ്പസ് 230 ദശലക്ഷം ടൺ അരിയും ഗോതമ്പും, ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദനമാണ്, അത് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു കാരണം കൂടെ ഞാൻ പറയാം, അത് ഞാൻ ജനൻ TV-യിൽ അധികം പേര് പറയാത്തൊരു കാര്യം പറയാണ്. നിങ്ങൾക്ക് പഞ്ചാബിനെ ഡിസ്എംപവർ ചെയ്യണം. കാശ്മീരിനെ നിങ്ങൾ ഡിസംപവർ ചെയ്തു. അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റാണ്. മറ്റൊരു മതന്യൂനപക്ഷം ഭൂരിപക്ഷമായി നിൽക്കുന്ന സ്റ്റേറ്റ് പഞ്ചാബാണ്. അപ്പോൾ പഞ്ചാബിനെ ഡിസംപവർ ചെയ്യണമെങ്കിൽ ധാന്യ ഉൽപ്പാദനത്തിലും ധാന്യശേഖരണത്തിലും മിനിമം സപ്പോർട്ട് പ്രൈസിലൂടെ കോടാനുകോടി രൂപ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ സംവിധാനത്തെയും അത് നിങ്ങൾ ഡിസംപവർ ചെയ്യുകയാണ്. 4ാമത്തെ കാര്യം, മധ്യപ്രദേശിൽ ഓഫ് കോഴ്സ് ഞാൻ BJPക്ക് അതിൻ്റെ ക്രെഡിറ്റ് തരുന്നു. BJP ഭരിക്കുന്ന കാലത്തും അടുത്ത കാലത്തായിട്ട് പ്രണാബ് മുഖർജിയാണ് ആ പ്രോഗ്രാം തുടങ്ങിയത്. അവർ തുടങ്ങിയിട്ടുള്ള ഗോതമ്പിൻ്റെ അധിക ഉൽപ്പാദനം ട്രഡീഷണൽ മണ്ടികളിൽ കൂടെ അല്ല കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ ഗോതമ്പ് ശേഖരിക്കാനുള്ള തീർച്ചയായും സി പി ജോൺ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, എനിക്ക് സമയക്കുറവുണ്ട് മാത്രമാണ്. ശിവശങ്കർ, പെട്ടെന്ന് വളരെ വേഗത്തിൽ മറുപടി, വേഗത്തിൽ. ശിവശങ്കർ, പി ആർ ശിവശങ്കർ, വളരെ വേഗത്തിൽ. Essential Commodities Act ECA 1955 belongs to the age-old control. Congress promised to replace the act by an enabling law that can be invoked only in the case of emergencies. ഇതാണ് കോൺഗ്രസിന്റെ ഭരണ ഒരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. സി പി ജോൺ അങ്ങയുടെ കൂടി പാർട്ടിയായിരുന്നു, അതാണ് അങ്ങ് പറയേണ്ടത്. പിന്നെ ഞങ്ങൾ പഞ്ചാബിനെ ഡീകൺട്രോൾ ചെയ്യാൻ, അമർജിത് സിംഗ് ആണ് അവിടെ ഈ പറയുന്ന പെപ്സിക്കായാലും അതിനു മുമ്പ് കോൺട്രാക്ട് ആക്ടിങ്ങും ആദ്യമേ തുടങ്ങിയത് 2013-ലൊക്കെ. അതുകൊണ്ട്
കോൺഗ്രസ് തന്നെ ഇതിനെ പിന്താങ്ങിയിട്ടുണ്ട് പലകുറി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദാനിക്കും പിന്തുണ നൽകിയത് കോൺഗ്രസിന്റെ 2010-ലാണ്. അതുകൊണ്ട് പഞ്ചാബിൽ തുടങ്ങിയ അദാനിയിലൂടെ ലൂധിയാനയിൽ വന്ന് നിർത്തുന്ന ഈ നിയമത്തെ താങ്കളുടെ സൃഷ്ടിയാണ്, താങ്കളുടെ കുട്ടിയാണ്, അതിനെ ഇങ്ങനെ കരിച്ചു കളയരുത്. വളരെയധികം നന്ദി. ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയക്കുറവ് മാത്രമാണ്. ദയവായി ക്ഷമിക്കുക. അതിഥികളും ഒപ്പം പ്രേക്ഷകരും. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊളിച്ചെടുത്ത് കാണാം. നമസ്തേ.